let us see one problem. Design a muff coupling to transmit a power of 35 kilowatt from a shaft running at 120 rpm. Assume suitable material. What is the coupling? Coupling is it is used to connect a long transmission shaft, and it is used to connect a driving shaft to the driven shaft. അതിനാണ് കപ്ലിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന മഫ് കപ്ലിംഗ് അതാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഗിവൺ ദാറ്റ് പവർ ഇസ് ഗിവൺ 35,000 watt. Speed is given. But let the material of the shaft and key be mild steel and coupling being cast iron. എന്ന് പറയുമ്പോൾ ഈ മഫ് കപ്ലിങ്ങിൽ മെയിനായിട്ടുണ്ടാവുക മൂന്നെണ്ണം. ഒന്ന് സ്ലീവ്, അതായത് മഫ് അല്ലെങ്കിൽ കപ്ലിംഗ്, മഫ് കപ്ലിങ്ങിൻ്റെ സ്ലീവ്, പിന്നെ ഷാഫ്റ്റ് ഉണ്ടാവും, പിന്നെ കീ ഉണ്ടാവും. ഈ ജനറലായിട്ട് നമ്മൾ സ്ലീവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആണ്. അത് ഓർക്കുക. ഇഫ് ദ ഡീറ്റെയിൽസ് ഓഫ് മെറ്റീരിയൽ ഈസ് നോട്ട് ഗിവൺ ദെൻ അസ്യൂം ദ കപ്ലിംഗ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ. Then the material of the shaft and key both are made up of mild steel. And assume ചെയ്യാം. ഇവിടെ മെറ്റീരിയൽസ് തന്നിട്ടില്ലെങ്കിൽ. So for the value, in order to get the value of sigma b tau ci ന്റെ വരുന്ന വാല്യൂ കാസ്റ്റ് അയണിന്റെ അലോവബിൾ ഷിയർ സ്ട്രെസ് വാല്യൂ ജസ്റ്റ് ബൈ ഹാർട്ട് എടുക്കുക. 14 Nm/mm² ആണ്. ഈ രണ്ട് വാല്യൂ നമുക്ക് ഡാറ്റ ബുക്ക് കിട്ടും. So for data book page number 57 Mahadevan book table 3.5b you will get the value of sigma b is equal to this much, tau equal to this much. So based on this power you can be able to calculate torque. So torque will come around 2787 into 10³ millimeter. So based on this value we have to find out the value of diameter of the shaft. So for that we are using the equation tau equal to 16 to t divided by pi d cube. Data book page number 15 പോയി കാണാൻ പറ്റും. So from this the value of tau is given, that is allowable shear stress value 41. അപ്പോൾ allowable shear stress ന്റെ വാല്യൂ കണ്ട സ്ഥിതിക്ക് ഈ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഡയമീറ്റർ 70 mm വരിക. So based on the value of d we can calculate the other quantities related to muff coupling. For that refer data book page number 252. ഈ 252 എന്ന് പറയുന്ന പേജ് നമ്പർ കിട്ടുക കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. 252 ഇവിടെ ഉണ്ടാവും. എന്തൊക്കെയുള്ളത്? ഹബ് ഡയമീറ്റർ കാണാൻ പറ്റും. ഇവിടെ എടുക്കണം ഡാറ്റ ബുക്ക് പേജ് നമ്പറിൽ 252 ഇതെവിടെ കാണാൻ പറ്റും? ഏറ്റവും മേലെ ഹബ് ഡയമീറ്റർ എന്ന് കാണാൻ പറ്റും. ഇക്വേഷൻ എന്താണ്? 2d. ഹബ് ഡയമീറ്റർ അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി കപ്ലിംഗ് ഈക്വൽ 2d. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. മഫ് കപ്ലിങ്ങിൻ്റെ കേസിൽ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഷാഫ്റ്റ്, കീ, മഫ്, ഇത് മൂന്നെണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഹബ് ഡയമീറ്റർ d1 = 2 × d. അപ്പോൾ അത് ഡയമീറ്റർ ഓഫ് ദി കപ്ലിംഗ് കിട്ടി. നൗ ലെറ്റ് us see the length of the coupling. ഇതാണ് നമ്മുടെ മഫ് കപ്ലിംഗ്. ഇവിടെ കാണാൻ പറ്റും ഈ ചിത്രം. ഇതാണ് മഫ് കപ്ലിങ്ങിൻ്റെ ഡയഗ്രാം. ഈ മഫ് കപ്ലിങ്ങിന് 2 ഷാഫ്റ്റ് ഉണ്ടാവും. there are 2 ഷാഫ്റ്റ്. ടോട്ടൽ ലെങ്ത് ഓഫ് ദി കപ്ലിംഗ് എത്ര വരിക? L ആണ്. സോ ഓരോ ഷാഫ്റ്റിനും എത്ര വരും? L/2 വരും. അപ്പോൾ ഈ 2 ഷാഫ്റ്റ് അതേമാതിരി ഇത് മേലത്തത് സ്ലീവിൻ്റെ അകത്ത് ഈ ഷാഫ്റ്റ് വെച്ചിട്ട് ഒരു കീ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് റിലേറ്റീവ് മോഷനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് തിരിയും. അപ്പോൾ നമ്പർ ഓഫ് കീസ് എത്ര വേണം? ഇവിടെ 2 നമ്പർ ഓഫ് കീസ് വേണം. കാരണം ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഇവിടെ വേറൊരു ഷാഫ്റ്റ് ഉണ്ട്. സോ 2 ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ഷാഫ്റ്റിനും ഓരോ കീ വെക്കുക. കീ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർ ജാമിങ് പർപ്പസിനാണ്. അല്ലെങ്കിൽ അവിടെ ലൂസ് കണക്ഷൻ വേണ്ടി റിലേറ്റീവ് മോഷൻ ഉണ്ടാവും ഇൻ ബിറ്റ്വീൻ shaft and sleeve. So in order to eliminate the relative motion between shaft and sleeve we are providing key. So length of the key എത്രയാണോ, length of the coupling എത്രയാണോ അത് ക്യാപിറ്റൽ ലെറ്റർ L. സോ ലെങ്ത് ഓഫ് ദി കീ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ L ഡിവൈഡ് ബൈ 2 എടുത്താൽ മതി. അപ്പോൾ അതായിരിക്കും ഓരോ ഷാഫ്റ്റിൻ്റെ മേലെയുള്ള കീൻ്റെ ലെങ്ത്. അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ദി കപ്ലിംഗ് ഈ ക്യാപിറ്റൽ ലെറ്റർ L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡാറ്റാ ബുക്ക് പേജ് നമ്പറിൽ 252 L = 2.5 × d + 15 കാണാൻ പറ്റും. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 253 ഇവിടെ കാണാൻ പറ്റും. L = 2.5 × ഡയമീറ്റർ + 50. അപ്പോൾ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി നമുക്ക് നോക്കി 225 mm കിട്ടും. അതിനുശേഷം ലെങ്ത് ഓഫ് ദി കീ കണ്ടുപിടിക്കുക. എത്രയാണ്? നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞ മാതിരി L/2 ക്യാപിറ്റൽ ലെറ്റർ 235 / 2 112.5 കിട്ടും. സോ 112.5 112 110 അങ്ങനെയൊക്കെ എടുത്താൽ മതി. കാരണം ഒരിക്കലും ഈ ഹബിൻ്റെ അകത്ത് അല്ലെങ്കിൽ സ്ലീവിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞ 2 ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റിൻ്റെ
ആ ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടി കുറവായിരിക്കും കീൻ്റെ ലെങ്ത്. അപ്പോൾ ഒരിക്കലും 112.5 എന്ന് പറഞ്ഞാൽ 113 എടുക്കാൻ പാടില്ല, അത് തെറ്റാണ്. 112 ലെസ് ദാൻ 112, 105, 108, 110 അങ്ങനെയൊക്കെ എടുക്കാം. അതിന് പ്രത്യേകിച്ചൊരു മെഷർമെന്റ് ഇല്ല. L = ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കാം. ഇതിന് നമ്മൾ ഡാറ്റാ ബുക്കിലുള്ള ഇക്വേഷൻ അതാണ്. എല്ലാവരും വേറൊരു തരത്തിൽ 3 ടൈംസ് ഡയമീറ്റർ എടുത്താലും ആൻസർ കറക്റ്റാണ്. ലെങ്ത് ഓഫ് കീ ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഡയമീറ്റർ. 3 × 70 എത്ര വരും? 210. 210 / 2 105. അങ്ങനെയും എടുക്കാം, കിട്ടുന്നില്ല. പക്ഷേ അത് നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് ഡാറ്റാ ബുക്കിൽ ഉണ്ടാവില്ല. ഡാറ്റാ ബുക്കിലുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് L = 2.5 × ഡയമീറ്റർ പ്ലസ് മറ്റേ എന്താ പറയുക 50 mm എന്നൊരു ഇക്വേഷൻ ഉണ്ടാവുക. ഒന്നിക്കൽ ക്യാപിറ്റൽ ലെറ്റർ L = 2.5 × ഡയമീറ്റർ പ്ലസ് 50 mm എന്ന് പറയുന്ന ഡാറ്റാ ബുക്കിലെ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ലെങ്ത് ഓഫ് ദി കപ്ലിംഗ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ 3 ടൈംസ് ഡയമീറ്റർ, 3 × 70 210 mm അങ്ങനെയും കണ്ടുപിടിക്കുക. അത് ഡിവൈഡ് ബൈ 2 ആയിരിക്കും എന്തെന്ന് ലെങ്ത് ഓഫ് ദി കീ. അല്ലെങ്കിൽ ഇതുകൊണ്ട് രണ്ട് സെയിമിന് അതിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടില്ല. നെക്സ്റ്റ്, ഈ ടോർക്ക് കൊണ്ട് ഈ പറയുന്ന സ്ലീവ് അല്ലെങ്കിൽ കപ്ലിങ്ങിന് ഇപ്പോൾ ഷാഫ്റ്റിന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടോർക്ക് കൊണ്ട് സ്ലീവ് അല്ലെങ്കിൽ കപ്ലിങ്ങിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള ചെക്കിംഗ് ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ചെക്ക് ദി സ്ട്രെങ്ത് ഫോർ സ്ലീവ് ഓർ കപ്ലിംഗ്. സോ ഫോർ ദാറ്റ് റെഫർ നമുക്ക് പേജ് നമ്പർ 252 ഈക്വേഷൻ കാണാൻ പറ്റും. ഒരു ടോ കാസ്റ്റ് ചെയ്യണമെന്ന് സ്ലീവ് ഞാൻ പറഞ്ഞല്ലോ, സ്ലീവ് അല്ലെങ്കിൽ കപ്ലിംഗ് എന്ന് പറയുമ്പോൾ കാസ്റ്റ് ചെയ്യണം കൊണ്ട് ഉണ്ടാക്കിയത്. ഷാഫ്റ്റും കീയും ആണെങ്കിൽ മൈൻഡ് ഡിസീനാണ്. സോ യൂസ് ദിസ് ഇക്വേഷൻ ഡാറ്റ നമുക്ക് പേജ് നമ്പർ 252 കാണാൻ പറ്റും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. D1 നമുക്ക് വന്നിട്ടുണ്ട്. D മീൻസ് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്. D1 മീൻസ് സ്ലീവിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഹബിന്റെ ഡയമീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2.76 Nm/mm² കിട്ടും. അപ്പോൾ നമുക്കറിയാം ടോ ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു 2.76 Nm/mm². അങ്ങനെ ടോ CI ഓഫ് അലൗവബിൾ ഷിയർ സ്ട്രെസ് ഓഫ് കാസ്റ്റ് ഓൺ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി. ദാറ്റ് ഈസ് 14 Nm/mm². സോ 14 Nm/mm² കമ്പയർ ചെയ്യുന്ന സമയത്ത് ടോ CI ഈസ് ലെസ് ദാൻ 14 Nm/mm². ഹെൻസ് ദി ഡിസൈൻ ഈസ് സേഫ് എന്ന് പറയാം. നെക്സ്റ്റ്, അപ്പോൾ സ്ലീവ് കഴിഞ്ഞു. ഇനി ഉള്ളത് കീയും ഷാഫ്റ്റ് കഴിഞ്ഞു, സ്ലീവും കഴിഞ്ഞു. ഇനി കീ മാത്രമേ ബാക്കിയുള്ളൂ. സോ കീൻ്റെ കേസിൽ കീ എന്ന് പറയുമ്പോൾ ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കീയിൽ രണ്ട് തരത്തിലുള്ള എന്താ പറയണ്ടേ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഷിയറും മറ്റേത് ക്രഷിംഗ് സ്ട്രെസ്സും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ചെക്ക് ദി സ്ട്രെങ്ത് ഓഫ് കീ ഇൻ ഷിയർ ആൻഡ് ക്രഷിംഗ് കൺസിഡറിംഗ് ഷിയർ. സോ ലെറ്റ് us see the key നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതേപോലെ ഉണ്ടാവുക കീൻ്റെ 2 ഡയമെൻഷണൽ വ്യൂ. ഇത് 3D വ്യൂ. അപ്പോൾ ഇതിനെ പറയും തിക്നെസ് എന്ന് പറയും. ഇതിപ്പോൾ വിഡ്ത്ത് ഓഫ് ദി കീ, ഇത് ലെങ്ത് ഓഫ് ദി കീ. സ്മോൾ ട്രയൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു. അതുപോലെ അതിന് ബിയും എച്ചും കാണണം. ബി മീൻസ് വിഡ്ത്ത് ഓഫ് ദി കീ, അതിന് ഇക്വേഷൻ D/4. എച്ച് മീൻസ് thickness of the key, that's D/6. So in order to get this equations, refer data book page number 62. അപ്പോൾ അവിടെ ഈ ചിത്രം കൂടി കാണാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. Now consider shear. Torque is equal to L means length of the key into B means width of the key. Tau means we have to find out. കാരണം അലോവൽ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇത് കണ്ടുപിടിക്കണം. Into D/2. D means diameter of the shaft is given. So you will get the value of tau equal to 39 Nm/mm². So allowable അതിനെക്കാളും ചെറുതായത്. അതേപോലെ കൺസിഡർ ക്രഷിംഗ് സ്ട്രെസ്. tau equal to ഇത് ഷിയർ സ്ട്രെസ്, ഇത് ക്രഷിംഗ് സ്ട്രെസ്. tau equal to L into h/2 into sigma c into D/2. ഇത് ഡാറ്റ ബുക്കിൽ ഉണ്ടാവില്ല. ഈ ഇക്വേഷനും ഡാറ്റ ബുക്കിൽ കാണില്ല. സോ യു ജസ്റ്റ് ബൈ ഹാർട്ട് ഇറ്റ്. അപ്പോൾ ടോർക്ക് ഇസ് ഗിവൺ 112 ഇൻറ്റു. അപ്പോൾ ഇവിടെ നമ്മൾ D/6 എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ വളരെ ചെറിയ വാല്യൂ വരിക. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് സിഗ്മ സിന്റെ വാല്യൂ നമുക്ക് ആസ് പെർ ദി അവർ ഗിവൺ ഡാറ്റ -80 Nm/mm² വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ D/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 108 വരും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് വലുതായി പോകും. അപ്പോൾ നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് കീൻ്റെ തിക്നെസ്സിലും ചെറിയ വാരിയേഷനൊക്കെ വരുത്താം. കീൻ്റെ തിക്നെസ്സിൽ ചില വാരിയേഷൻസ് വരുത്തതിനെ കൊണ്ട് ഒരിക്കലും ഡിസൈൻ ഫെയിലായി പോകില്ല. കാരണം ഷാഫ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസൈനാണ്. പിന്നെ ഇത് ജസ്റ്റ് ഷാഫ്റ്റിനെയും മറ്റിനെയും നമ്മൾ ഒന്നാടെ ഫിറ്റ് ചെയ്യുന്ന അത്രയേ ഉള്ളൂ. ചെറിയൊരു ഇമ്പോർട്ടൻസേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ D/6 എന്നതിന് പകരം നിങ്ങൾക്ക് D/4 എന്ന് എടുക്കുക. അത് D/5 എടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക. ആ സമയത്ത് 70 നമുക്ക് വന്നിട്ടുള്ള അലോവബിൾ സിഗ്മ ബി എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ അതിൻ്റെ മേലെ പോകും. പിന്നെ അടുത്തത് D/4 എടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അലോവബിൾ സിഗ്മ സി ക്രഷിംഗ് സ്ട്രെസ് 79 വരും. 79 വരും. സിഗ്മ സി സിഗ്മ ബിയും ഈ കേസിൽ രണ്ടും ഏതാണ്ട് സെയിം തന്നെയാണ്. ക്രഷിംഗ് സ്ട്രെസ്സും സിഗ്മ ബിയും സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 80 ആണ് നമുക്ക് തന്നിട്ടുള്ളത്.
സോ സിഗ്മ സി is equal to 79 Newton per mm square. കാരണം h/2 is equal to ഞാൻ എടുത്തത് d/4 തന്നെ എടുത്തത്. d/6 എടുത്തു ശരിയായിട്ടില്ല, d/5 എടുത്തു അപ്പോഴും ശരിയായിട്ടില്ല, d/4 എടുത്തു അപ്പോഴും ശരിയായി. സോ d/4ന്റെ വാല്യൂ എത്രയാണ്? ഇവിടെ എടുത്ത് 18 അല്ല, അപ്പോൾ 18 ഡിവൈഡ് ബൈ 2 h/2 അല്ലേ. So 9 into sigma c into 35. So you will get the value of sigma c is equal to 79 Newton per mm square. So sigma c induced is less than sigma c allowable. Hence our design is safe. So ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ എന്തൊക്കെയാണ് കണ്ടെത്തിയത് നോക്കാം. കപ്ലിംഗ് ടൈപ്പ് എന്താണ്? മഫ് കപ്ലിംഗ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് കീസ് എത്രയുള്ളത്? മഫ് കപ്ലിംഗിന്റെ കേസിൽ നമ്പർ ഓഫ് കീസ് 2 ഉണ്ടാവും, ഓരോ ഷാഫ്റ്റിന് ഓരോന്നെണ്ണം. ഫ്ലാൻഡർ കപ്ലിംഗിന് അങ്ങനെയല്ല, അതുപോലെ അടുത്ത പഠിക്കും. ഇവിടെ തിക്നെസ് ഓഫ് ദ കീ h is equal to 18 mm. h/2 അല്ല, h is equal to 9 into 2 18 mm. Width of the key b is equal to 18 mm. Length of the key 112. Diameter of the coupling അല്ലെങ്കിൽ diameter of the hub 140 mm. Diameter of the shaft is equal to 70 mm. ഇത്രയും ആയി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം കഴിഞ്ഞു.